السلام عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد. സഹോദരന്മാരെ, സൂറത്തുൽ ഫത്ഹിന്റെ ശ്രേഷ്ഠതയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യത്തിനാണ് ഇന്നത്തെ സുവാൽ ജവാബിൽ മറുപടി നൽകുന്നത്. ചോദ്യം ഇതാണ്: ഒരു സൈറ്റിൽ റജബ് മാസത്തിൽ എന്നല്ല ഏത് സന്ദർഭങ്ങളിലാണെങ്കിലും പ്രത്യേകിച്ച് റജബ് മാസത്തിൽ സൂറത്തുൽ ഫത്ഹ് 41 തവണ ഓതി അതിനുശേഷം 486 തവണ യാ ഫത്താഹ് യാ അല്ലാഹ് എന്ന് വിളിച്ച് ദുആ ചെയ്യുകയാണെങ്കിൽ 7 ദിവസത്തിനിടക്ക് അല്ലാഹു ഏതൊരു കാര്യവും സാധിപ്പിച്ചു തരും എന്നാണ്. ഈ സൈറ്റിൽ കൊടുത്തിട്ടുള്ള ക്ലാസിനോടൊപ്പം കൊടുത്തിട്ടുള്ള പരസ്യം പണത്തിന്റെ ചാകര എന്നാണ്. ഏത് തരത്തിലുള്ള ദാരിദ്ര്യവും വിഷമവും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും രോഗങ്ങളും എല്ലാം മാറിക്കിട്ടുവാനും എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അതൊക്കെ നിറവേറിക്കിട്ടുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല 7 ദിവസത്തിനിടക്ക് എല്ലാം ഹാസിലാക്കി കൊടുക്കും എന്നാണ് ഇതിനെ സംബന്ധിച്ച് അതിൽ ഏതോ ഒരു മുസ്ലിയാർ പറയുന്നത്. ഈ കാര്യങ്ങൾ ശരിയാണോ? സൂറത്ത് ഫത്ഹുമായി ബന്ധപ്പെട്ട് അതിന്റെ പാരായണവുമായി ബന്ധപ്പെട്ട വല്ല ശ്രേഷ്ഠതയും ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ടോ എന്നാണ് ഒരു സഹോദരൻ ചോദിച്ചുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, ഒരു സൂറത്തിനോ ആയത്തിനോ ശ്രേഷ്ഠതയുണ്ട് എന്ന് പറയണമെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരണം. സൂറത്തുൽ ഫത്ഹുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള സ്വഹീഹായ ഒരു ഹദീസ് ഇമാം ബുഖാരി റഹിമഹുല്ലാ തന്റെ സ്വഹീഹിൽ 4177 നമ്പറായി ഉദ്ധരിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു: ലഖദ് ഉൻസിലത് അലയ്യ ലൈല സൂറത്തുൻ ലഹിയ അഹബ്ബു ഇലയ്യ മിമ്മാ തലഅത് അലൈഹി ശംസ് തുമ്മ ഖറഅ ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന. ഇന്നലെ രാത്രി എനിക്ക് ഒരു സൂറത്ത് അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത് സൂര്യൻ ഏതൊന്നിന്റെ മേലെല്ലാം ഉദയം ചെയ്തിട്ടുണ്ടോ അതിനേക്കാളെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ട സൂറത്താകുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്തുൽ ഫത്ഹിലെ 1-ാമത്തെ ആയത്ത് ഓതി കേൾപ്പിക്കുകയുണ്ടായി. അതായത് ഈ സൂറത്താണ് എനിക്ക് ഇന്നലെ അവതരിപ്പിക്കപ്പെട്ട സൂറത്ത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സൂര്യൻ എന്തിന്റെ മേലെല്ലാം ഉദിച്ചുവോ എന്ന് പറഞ്ഞാൽ ഭൂലോകത്തുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിനേക്കാളെല്ലാം, അല്ലെങ്കിൽ സൂര്യന്റെ വെളിച്ചം എവിടെയെല്ലാം എത്തുന്നുവോ അതിനേക്കാളെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ സൂറത്താണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇത് സ്വഹീഹായ ഹദീസാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രത്തോളം ഇഷ്ടപ്പെട്ട ഒരു സൂറത്താണിത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന, നിനക്ക് തീർച്ചയായും വ്യക്തമായ ഒരു വിജയം നാം നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സൂറത്ത് ആരംഭിക്കുന്നത്. ഈ വിജയം എന്താണ് എന്ന് ഹദീസിൽ തന്നെ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. അത് ഹുദൈബിയ സന്ധിയാണ് വിജയം എന്ന് ഇവിടെ സൂചിപ്പിച്ചത്. ആ ഹുദൈബിയ സന്ധി പ്രത്യക്ഷത്തിൽ പരാജയമായി തോന്നാമെങ്കിലും അത് വലിയ ഒരു വിജയം, മക്ക വിജയിച്ചടക്കുക എന്ന ആ കാര്യത്തിലേക്കുള്ള കവാടമായി തീർന്നത് ഈ ഹുദൈബിയ സന്ധിയാണ് എന്നതുകൊണ്ടാണ് ഹുദൈബിയ സന്ധിയെ സംബന്ധിച്ച് ഫത്ഹൻ മുബീന എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ ചരിത്രത്തിലേക്ക് പോകുന്നില്ല. ഇതൊഴിച്ചാൽ സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്താൽ ഇന്നന്ന ഗുണങ്ങളുണ്ടാകും എന്ന് പറയുന്ന ഒരൊറ്റ ഹദീസും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. തഫ്സീറുകൾ നോക്കിയാലും കാണാൻ സാധിക്കുകയില്ല. ഇനി പോകട്ടെ, ശാഫിഈ മദ്ഹബിന്റെ ഗ്രന്ഥങ്ങൾ തന്നെ പരിശോധിച്ച് നോക്കിയാലും ഇതുമായി ബന്ധപ്പെട്ട യാതൊരു ശ്രേഷ്ഠതയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇനി ഉണ്ടോ എന്നറിയില്ല. ഉണ്ടോ ഇല്ലേ എന്നതല്ല വിഷയം. ഇവിടെ പ്രമാണങ്ങളിൽ വന്നിട്ടുണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നാണ് പരിശോധിക്കേണ്ടത്. ആളുകൾക്ക് ആവശ്യങ്ങൾ നിറവേറി കിട്ടണം, പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടണം. അത് എന്തായിരുന്നാലും അതിന്റെയൊക്കെ പിന്നാലെ മനുഷ്യന്മാർ പോകും. ചില ചിപ്പികൾ വീടിന്റെ പ്രത്യേക സ്ഥലങ്ങളിൽ വെച്ചാൽ എല്ലാ ഉപദ്രവങ്ങളും നീങ്ങിക്കിട്ടും, ഐശ്വര്യം പറന്നുവരും എന്ന് വിശ്വസിക്കുന്ന മുസ്ലിങ്ങളല്ലാത്ത ആളുകളുണ്ട് ഇവിടെ. ഇതേപോലെയാണോ മുസ്ലിം സമൂഹത്തിലെ വലിയൊരു വിഭാഗം ആളുകൾ എന്ന് ഈ ക്ലാസ് അല്ലെങ്കിൽ ഈ ഒരു തെറ്റായ കാര്യം കേട്ട ആളുകളുടെ എണ്ണം കാണുമ്പോൾ തോന്നിപ്പോവുകയാണ്. 3,55,000 ആളുകളാണ് 7 ദിവസത്തിനിടക്ക് ഈ ക്ലാസ് കേട്ടിട്ടുള്ളത്. അതിനിടയിൽ കമന്റ് ചെയ്തിട്ടുള്ള ആളുകൾ 585 ആളുകളാണ്. ഇവരൊക്കെ ഇത് പറയുന്ന ഉസ്താദിനോട് ആവശ്യപ്പെടുന്നത് ദുആ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരോ കാര്യങ്ങൾ എണ്ണി പറയുകയാണ്. അപ്പോ ഇത്രക്ക് ആളുകളിൽ സ്വാധീനം ചെലുത്തുന്ന യാതൊരു ഇസ്ലാമുമായി ബന്ധമില്ലാത്ത ഇത്തരം അന്ധവിശ്വാസങ്ങളാണ് ഈ ആളുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു കാര്യവും ഈ വിഷയത്തിൽ കണ്ടെത്താൻ നമുക്ക് സാധിക്കുകയില്ല. ഉള്ള കാര്യങ്ങൾ മുകളിൽ പറഞ്ഞു. ഇനി ഇപ്പറഞ്ഞ വാദങ്ങളുമായി ബന്ധപ്പെട്ട് കാണാൻ സാധിക്കുന്നത് ഇവരോട് സാദൃശ്യമുള്ള ഷിയാക്കളുടെ ഗ്രന്ഥങ്ങളിലാണ്. ഒരു സൈറ്റിൽ കൊടുത്തിട്ടുള്ളത് മൻ ഖറഅ സൂറത്തുൽ ഫത്ഹി ഫകഅന്നമാ ഷഹിദ ഫത്ഹ മക്ക മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം മക്കം ഫത്ഹിൽ സാക്ഷിയായവരെ പോലെയാണ് എന്ന്. ഇത് ഷിയാക്കളുടെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം. അൽ മുർഷിദ് ബില്ലാ എന്ന് അറിയപ്പെട്ട യഹ്യ ബിൻ ഹുസൈൻ അൽ ഹസനി അശ്ശജരി ഷിയാക്കളിൽപ്പെട്ട സയ്യിദിയാക്കളുടെ നേതാക്കന്മാരിൽപ്പെട്ട
ഒരാളാണ്. അദ്ദേഹത്തിന്റെ കിതാബ് തർത്തീബിൽ അമാലി എന്ന് പറയുന്ന പുസ്തകത്തിൽ ആരെങ്കിലും സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്താൽ അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ മരത്തിന്റെ ചുവട്ടിൽ വെച്ച് ബൈഅത്ത് ചെയ്തവനെ പോലെയാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശീഈ പുസ്തകങ്ങളും സൈറ്റുകളും പരിശോധിച്ചാൽ നമുക്ക് കാണാം, നിങ്ങൾ നിങ്ങളുടെ സമ്പാദ്യ ധനങ്ങളും നിങ്ങളുടെ സ്ത്രീകളെയും നിങ്ങളുടെ വലങ്കൈ ഉടമപ്പെടുത്തിയവരെയുമെല്ലാം സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്തുകൊണ്ട് നിങ്ങൾ നാശത്തിൽ നിന്ന് സുരക്ഷിതമാക്കുക എന്ന്. ഇതിനോട് സമാനമായ കാര്യങ്ങളാണ് ഈ നിലാവുകാരൻ പറഞ്ഞിട്ടുള്ളത് എന്ന് കാണാം. എന്തും നേടാൻ, എല്ലാം സുരക്ഷിതമാകാൻ, എന്ത് ആപത്തിനെയും തടയാൻ. ഇവിടെ പറഞ്ഞിട്ടുള്ളത് സ്ത്രീകൾ, അടിമകൾ, സമ്പത്ത്, ഇതിനൊക്കെ നാശത്തിൽ നിന്ന് സുരക്ഷിതമാക്കാൻ സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്യുക എന്നാണ്. ഈ സൂറത്ത് ആരെങ്കിലും പാരായണം ചെയ്യുന്നത് പതിവാക്കിയാൽ നാളെ ഖിയാമത്ത് നാളിൽ ഇങ്ങനെ വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറയും, എല്ലാ ആളുകളും കേൾക്കെ, നീ അള്ളാഹുവിന്റെ മുഖ്ലിസുകളായ അടിമകളിൽപ്പെട്ട ഒരാളാകുന്നു. ഇദ്ദേഹത്തെ എന്റെ അടിമകളിൽപ്പെട്ട സാലിഹീങ്ങളോട് നിങ്ങൾ ചേർക്കണം. ജന്നാത്തുൻ നഈമിൽ അദ്ദേഹത്തെ നിങ്ങൾ താമസിപ്പിക്കണം. റഹീഖും മഖ്തൂമിൽ നിന്ന് കാഫൂർ, കർപ്പൂരം ചേർത്തുകൊണ്ടുള്ള പാനീയം ഇയാളെ കുടിപ്പിക്കണം എന്ന് പരലോകത്ത് വെച്ച് വിളിച്ചു പറയപ്പെടും. ഇതൊക്കെ ശീഈ ഗ്രന്ഥങ്ങളിലെ വാക്കുകളാണ്. ഇതിനൊന്നും യാതൊരു രേഖയും അടിസ്ഥാനപരമായി നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ശീഈ ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിക്കുന്നു, സൂറത്തുൽ ഫത്ഹ് ആരെങ്കിലും പാരായണം ചെയ്താൽ അവന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നേരത്തെ പറഞ്ഞ പോലെ മരത്തിന്റെ ചുവട്ടിൽ വെച്ച് ബൈഅത്ത് ചെയ്തവനെ പോലെയും ആ കരാർ പൂർത്തിയാക്കിയവനെ പോലെയും അള്ളാഹു അവനെ രേഖപ്പെടുത്തും എന്നാണ്. അവനെ ഈ നിലക്ക് അള്ളാഹു രേഖപ്പെടുത്തും. അതുപോലെ തന്നെ മക്കം ഫത്ഹിൽ നബിയോടൊപ്പം പങ്കെടുത്തവനെ പോലെയാണ് എന്നതും അതിൽ എഴുതിയിട്ടുണ്ട്. ഇനി ആരെങ്കിലും അത് എഴുതുകയാണെങ്കിൽ, എഴുതി അവന്റെ തലക്ക് താഴെ അത് വെക്കുകയാണെങ്കിൽ കള്ളന്മാരിൽ നിന്ന് സുരക്ഷിതത്വം ലഭിക്കും. ഇനി ആരെങ്കിലും ഇത് ഒരു പാത്രത്തിൽ എഴുതുകയും എന്നിട്ട് സംസം വെള്ളം കൊണ്ട് കഴുകി അത് കുടിക്കുകയും ചെയ്താൽ ജനങ്ങൾക്കിടയിൽ അവന്റെ സംസാരം കേൾക്കപ്പെടുന്നവനായി മാറും. എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കിടയിൽ അംഗീകാരമുള്ളവനായി മാറും. അവൻ എന്തൊന്ന് കേട്ട് നടന്നു പോകുന്നുവോ അതൊക്കെ അവൻ പഠിക്കാനും ഹിഫ്ലാക്കാനും സാധിക്കും. അങ്ങനെയുള്ള ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും അവനുണ്ടാകുമെന്നുമൊക്കെ ശീഈ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ ഒരു സനദുമില്ലാതെ എഴുതപ്പെട്ട സംഗതികളാണ്. ഇതുപോലെയാണ് ഈ പറഞ്ഞ നിലാവുകാരന്റെ വയലിലും ക്ലാസിലും വലിയ ഉപദേശമായി, റജബ് തീരുന്നതിന് മുമ്പ് നിർബന്ധമായും നിങ്ങൾ ഇത് ഓതിയിരിക്കണം. ഇനി 41 തവണ ഒരു ദിവസം കൊണ്ട് ഓതാൻ കഴിയാത്തവൻ പല സമയങ്ങളിലായി എങ്കിലും ഇത് ഓതണം, എന്നാൽ ചാകര വരും എന്നാണ്. എന്നാൽ ഈ ചാകര വിചാരിച്ച് ഇത് ഓതുന്നവർ അതുകൊണ്ട് വലിയ അപകടത്തിലാണ്. നബി പഠിപ്പിക്കാത്ത ഒരു ഇസ്ലാമിലേക്ക്, റസൂൽ പഠിപ്പിക്കാത്ത ഒരു കാര്യത്തിലേക്ക് പോകുന്നു. ഈ ദുനിയാവിന്റെ പിന്നാലെ പോകാൻ തെറ്റായ ഇത്തരം കാര്യങ്ങൾ ഓതുകയും എന്നാൽ പരലോകം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നവരാകുന്നു എന്ന് പേടിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം ആളുകളുടെ പ്രമാണബദ്ധമല്ലാത്ത ആളുകളെ മോഹിപ്പിച്ച് അപകടത്തിൽപ്പെടുത്തുന്ന പൈശാചിക വലയത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമാറാകട്ടെ. സുബ്ഹാനക്കല്ലാഹു വ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്.